കൊല്ലം ഞാൻ അവിടെ നിന്നിട്ടും എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഈ ഫീൽഡ് പറ്റത്തില്ല. കാര്യം പൈസ ഉള്ളവർക്ക് മാത്രമേ ബിസിനസ്സിനെ പറ്റി പറ്റത്തുള്ളൂ. കാര്യം ഒരു ബിസിനസ് ആകുമ്പോൾ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. അത് മനസ്സിലാക്കി കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉള്ളവർക്ക് മാത്രമേ അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പം ഒരു യൂസും ഇല്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല. പഠിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ജോലി വാങ്ങാനോ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു തൊഴിൽ പഠിച്ച് അതിൽ നിന്ന് എപ്പോഴെങ്കിലും ഡെവലപ്പ് ആവുകയാണെങ്കിൽ അത് തുടങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വെൽഡിംഗ് വർക്കുണ്ട്, പിന്നെ ഡെക്കറേഷൻ വർക്കുണ്ട്, അതുപോലെ ആശാരിപ്പണിയുണ്ട്, മെക്കാനിക്സം പണിയുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പണി മെക്കാനിസം പണിയാണ്. കാര്യം എനിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ മെക്കാനിക്സ് പണി പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് പണിയാമല്ലോ എന്നുള്ള സ്കീം ആദ്യം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഓക്കെ, അങ്ങനെ വീട്ടുകാരൊരിടത്ത് തന്നെ കൊണ്ടാക്കി. അങ്ങനെ കൊണ്ടാക്കിയ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ കൊണ്ടാക്കിയ സ്ഥലത്ത് ആദ്യം വലിയ സന്തോഷത്തിലൂടെയൊക്കെയാണ് പോയത്. പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് സെറ്റ് ആവത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പഴയ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ മെക്കാനിസം പഴയ ആൾക്കാർ എപ്പോഴും ഈ ആശാന്മാർ ഈ ടൂൾസ് ദേഹത്ത് വാരി എറിഞ്ഞും ചീത്ത വിളിച്ചും ദേഷ്യം കാണിച്ചും അങ്ങനെയൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കീഴിൽ നമ്മൾ പോകുമ്പോൾ നമുക്കും അതേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിലൊരിക്കലും അവർ സംസാരിക്കില്ല. എപ്പോഴും ദേഷ്യവും ചെനപ്പും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ സ്റ്റാഫായിട്ട് വരുമ്പോൾ അയാൾ ഇനിയും വരണം എന്നുള്ള ചിന്ത ഒരിക്കലും അവർ കാണിക്കും. നീ വേണമെങ്കിൽ പാടേ, നീ വേണമെങ്കിൽ പഠിയിടേ, നിനക്ക് വേണമെങ്കിൽ പഠിയിടേ എന്നുള്ള ഈ മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്ക്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ പിടിച്ചിരിക്കണം. അങ്ങനെ എങ്ങനെ പോയാലും ഞാൻ ഏകദേശം ഒരു 6 മാസമൊക്കെ അടുപ്പിച്ച് അവിടെ പിടിച്ചു നിന്ന്. എന്നിട്ടും എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. എനിക്കിഷ്ടം തോന്നി ഞാൻ പോയ ഒരു ഫീൽഡ് പിന്നെ ഞാൻ വെറുക്കാൻ ഇടയുണ്ടായി. അങ്ങനെ ഞാൻ വീട്ടിൽ പോസ്റ്റ് അടിച്ചിങ്ങനെ നിന്ന സമയത്തേക്ക് ജോലിക്ക് പോകാണ്ട് ജോലിയെല്ലാം നിർത്തി പോസ്റ്റ് അടിച്ചിരുന്ന സമയത്തേക്ക് ഒരു ചേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞിടാ, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അവൻ ഒറ്റയ്ക്കാണ് അവിടെ പണി ചെയ്യുന്നത്, അപ്പം നീ പുള്ളിയോട് പോയി സംസാരിക്കും അപ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ ശരിയായിട്ടാന്ന് പറഞ്ഞ് ഞാൻ പോയി പുള്ളിയോട് കണ്ട് സംസാരിച്ചിട്ട് പുള്ളി എന്നടാ നീ വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നേരെ പുള്ളിയെടുത്ത് പോയി. പുള്ളിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു ആശയം. കാര്യം ഒരാൾ നിൽക്കണം, ഒരാൾ നിൽക്കണം, ആ രീതിയിൽ എങ്ങനെ അവർ സംസാരിക്കണം, ഒരു ഫ്രണ്ട്ലി രീതിയിൽ എങ്ങനെ സംസാരിക്കണം. പുള്ളി അനുഭവിച്ച കഷ്ടപ്പാടൊന്നും എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. എന്നെ ഒരു ഫ്രണ്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പഠിക്കണം, ഞാൻ പണി പഠിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കും കൂടാൻ ലാഭം എന്നുള്ള മെൻറ്റാലിറ്റിയാണ് പുള്ളിക്ക്. അപ്പം വരുന്ന പണികൾ എനിക്ക് ചെയ്യാൻ വേണ്ടി തരും. അപ്പം ഞാൻ ആ ഒരു പണി ചെയ്യുമ്പോൾ, ഒരു പണി നമ്മൾ ഒരിക്കൽ ചെയ്യുമ്പം നമുക്ക് ചെറിയൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 2 തവണ ചെയ്യുമ്പോൾ അതൊരു 10 തവണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളതിൽ ഓൾറെഡി മാസ്റ്ററായി കഴിഞ്ഞു. ആ ലെവലാണ് മെക്കാനിസം പണി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ മെക്കാനിസം പണി എനിക്ക് ഇഷ്ടപ്പെടാൻ വേറൊരു കാര്യമുണ്ട്. കാര്യം നമ്മളിപ്പോൾ ഒരാൾ വഴിയിലായെന്ന് വെച്ചു, വണ്ടി ഒരു ആവശ്യമായിട്ട് പോകുന്ന വഴി വഴിയിലാവുകയാണെങ്കിൽ പെട്ടെന്ന് അവർ മെക്കാനിക്കിനെയല്ലേ വിളിക്കും. അപ്പോൾ നമ്മൾ പോയി ആ വണ്ടിയെ പരിഹരിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ പരിഹരിക്കുന്നതിൻ്റെ കൂടെ അവർക്ക് എമർജൻസി ആയിട്ട് പോകേണ്ട സ്ഥലത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും, അവർ കാര്യം നടക്കും. അപ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഒരു കുറച്ച് വൈബുകളൊക്കെ ഇതിൽ ഉണ്ട്.